പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, മിസ്റ്റിക്കൽ ധ്യാന പരമ്പരയിലെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് മിസ്റ്റിക്കൽ ധ്യാനത്തിൻ്റെ സവിശേഷതകളും വിസ്മയനീയ ഫലങ്ങളും. ദൈവം മുൻകൈയെടുത്ത് നയിക്കുകയും ദൈവവുമായി നേരിട്ട് ബന്ധപ്പെടാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന മാനസിക പ്രാർത്ഥനയാണ് മിസ്റ്റിക്കൽ ധ്യാനം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് പുത്രൻ തമ്പുരാനോടൊത്ത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലേക്കുള്ള ഒരു പ്രയാണമാണിത്. ദൈവത്തെ അടുത്തറിഞ്ഞ് നേരിട്ടനുഭവിക്കുന്നതിനും തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിൻ്റെ ആത്മമിത്രങ്ങളായി ജീവിക്കുന്നതിനും മിസ്റ്റിക്കൽ മാർഗത്തിലൂടെയുള്ള തിരുവചന ധ്യാനം നമ്മെ സഹായിക്കും. അവധാനതയോടെ ദൈവത്തോട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതിവേഗം ആത്മീയ പുരോഗതി കൈവരിക്കുന്നതിനും ത്രിയേക ദൈവത്തെയും അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങളെയും അടുത്തറിഞ്ഞ് അങ്ങുമായുള്ള ഐക്യത്തിൽ ജീവിക്കുന്നതിനുമെല്ലാം നമ്മെ സഹായിക്കുന്നത് മിസ്റ്റിക്കൽ ധ്യാനമാണ്. ഇത് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും നമ്മെ ദൈവത്തോടടുപ്പിക്കുകയും ദൈവാന്വേഷണം സുഗമവും ആനന്ദപൂർണവുമാക്കുകയും ചെയ്യും. മിസ്റ്റിക്കൽ ധ്യാന പാതയിലൂടെ ധ്യാന പുരോഗതി കൈവരിക്കുന്നതിനും ധ്യാനം ജീവിതത്തിൽ പകർത്തി ധ്യാനാത്മകമായ ജീവിത ശൈലി വളർത്തിയെടുക്കുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നാം പരിശ്രമിക്കണം. ഇപ്രകാരം പരിശ്രമിക്കുമെങ്കിൽ ആദ്യ പടികളിൽ നിന്ന് ഉയരുമ്പോൾ തന്നെ ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്താൽ നമ്മിൽ സംഭവിക്കുന്ന ഒന്നായി മാറും ധ്യാനം. ഇപ്രകാരം മിസ്റ്റിക്കൽ ധ്യാന പാതയിലൂടെ മുന്നേറി ദൈവദർശനം സിദ്ധിച്ചവർ ചുറ്റും ദൈവ ചൈതന്യം പ്രസരിപ്പിക്കും. മൗനധ്യാനത്തിന് സിംഹം ഗർജിക്കുന്നതിനേക്കാൾ വലിയ ശക്തിയും പ്രതിധ്വനിയുമുണ്ട്. സാത്താൻ്റെ കോട്ടകളെ അത് പ്രകമ്പനം കൊള്ളിച്ച് തകർക്കും. ഇപ്രകാരം മിസ്റ്റിക്കൽ ധ്യാന പാതയിലൂടെ മുന്നേറി ചുറ്റും ദൈവ ചൈതന്യം പ്രസരിപ്പിക്കുന്ന ജ്ഞാനയോഗികളുടെ സാന്നിധ്യവും സുവിശേഷ ശുശ്രൂഷയുമാണ് ഇന്ന് അനിവാര്യമായിരിക്കുന്നത്. വചനം ശ്രവിക്കാനും കുറെ പ്രാർത്ഥനകളും സുകൃത ജപങ്ങളും ചൊല്ലി നടക്കാനും ദൈവത്തെ സ്തുതിക്കാനുമെല്ലാം അനേകർ പരിശ്രമിക്കാറുണ്ട്. എന്നാൽ മിസ്റ്റിക്കൽ മാർഗത്തിലൂടെ ദൈവവചനം ധ്യാനിച്ച് ധ്യാനാത്മകമായ ഒരു ജീവിതശൈലി വളർത്തിയെടുക്കാൻ ഇന്ന് അധികമാരും പരിശ്രമിക്കുന്നില്ല. പൊതുവെ പറഞ്ഞാൽ സന്യസ്തർ പോലും ഇക്കാര്യത്തിൽ പിന്നോട്ടാണെന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. സന്യാസ ജീവിതത്തിൽ 40-50 വർഷങ്ങൾ പൂർത്തിയാക്കിയവർ പോലും പൊതുവെ ധ്യാനപാതയിൽ ആരംഭത്തിൽ തന്നെ നിൽക്കുന്നത് കാണുമ്പോൾ കാനാൻ ദേശത്തേക്കുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. വെറും 40 ദിവസങ്ങൾ കൊണ്ട് എത്തിച്ചേരേണ്ട കാനാൻ ദേശയാത്രയ്ക്ക് 40 വർഷമെടുത്തു. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട 20 വയസ്സ് കഴിഞ്ഞവരിൽ 2 പേരൊഴികെ ആരും തന്നെ കാനാൻ ദേശത്ത് പ്രവേശിച്ചതുമില്ല. അതുപോലെ സന്യാസത്തിൽ 50 വർഷം പൂർത്തിയാക്കിയവർ പോലും ദൈവൈക്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കാതെ ആത്മീയതയുടെ ആരംഭഘട്ടത്തിൽ തന്നെ നിൽക്കുന്നതും ദൈവൈക്യത്തിൻ്റെ മാധുര്യം രുചിച്ചറിയാതെ മൺമറയുന്നതും കാണുമ്പോൾ ദുഃഖം തോന്നാറുണ്ട്. പല സന്യാസ സമൂഹങ്ങളിലും ഇപ്പോൾ ധ്യാനാത്മക ജീവിതം, അതായത് കോണ്ടംപ്ലേറ്റീവ് ലൈഫ് പരിപോഷിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിലും ധ്യാനത്തിൻ്റെ ഉയർന്ന പടികളിലേക്ക് നമ്മെ നയിക്കുന്ന മിസ്റ്റിക്കൽ ധ്യാന പാതയിലൂടെ അല്ല അവർ മുന്നേറുന്നത്. കോണ്ടംപ്ലേറ്റീവ് ഹൗസസിൽ പോലും ഈ മിസ്റ്റിക്കൽ ധ്യാന പാതയിലൂടെയുള്ള കോണ്ടംപ്ലേറ്റീവ് യൂണിയൻ പരിശീലിക്കുന്നില്ല എന്നതാണ് സത്യം. മിസ്റ്റിക്കൽ ധ്യാനത്തിൻ്റെ ഉത്തമ മാതൃകകളും സവിശേഷതകളും വളർച്ചയുടെ പാതയും മനസ്സിലാക്കി അതിൽ വളരാനും അതിൻ്റെ വിസ്മയനീയ ഫലങ്ങൾ അനുഭവിക്കാനും
സകലരെയും ഇതിലേക്ക് ആകർഷിച്ചടിപ്പിക്കാനും നമുക്ക് പരിശ്രമിക്കാം. സന്യാസ ഭവനങ്ങളും സന്യസ്തരും മാത്രമല്ല, സഭാ സമ്മേളനങ്ങളും വിശ്വാസ പരിശീലന വേദികളും നമ്മുടെ പ്രേക്ഷിത രംഗങ്ങളും കുടുംബങ്ങളുടെ ഉള്ളറകളുമെല്ലാം ധ്യാന ചൈതന്യത്താൽ നിറയണം. യേശുവിൻ്റെ ജീവിതവും ദിവ്യ പ്രബോധനങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില ഉത്തമ മാതൃകകളും മിസ്റ്റിക്കൽ ധ്യാനത്തിന് ശരിയായ അടിസ്ഥാനമിടുന്നതിന് നമ്മെ സഹായിക്കും. നമ്മുടെ കർത്താവിൻ്റെ ജീവിതവും ദിവ്യ പ്രബോധനങ്ങളും യഥാർത്ഥത്തിൽ യേശു തമ്പുരാൻ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ള ധ്യാനപരമായ രഹസ്യ ജീവിതവും പ്രവൃത്തികളാൽ വിശിഷ്ടമായ പരസ്യ ജീവിതവുമാണ് ധ്യാനാത്മക ജീവിതത്തിന് ഉത്തമ മാതൃക. പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതം ആരാഞ്ഞറിയാനും അവൻ്റെ വേല പൂർത്തിയാക്കാനുമായി യേശു രാത്രി കാലങ്ങളിൽ പ്രാർത്ഥനയിൽ പിതാവിനോടൊത്തായിരിക്കുകയും പകൽ മുഴുവൻ വിവിധ കർമ്മങ്ങളിൽ മുഴുകുകയും ചെയ്തു. യേശുവിൻ്റെ പ്രാർത്ഥന ഏകാന്തതയിലും മൗനത്തിലും പിതാവിനോടൊത്തായിരുന്നു കൊണ്ടുള്ള ധ്യാനം അഥവാ മാനസിക പ്രാർത്ഥനയായിരുന്നു. തൻ്റെ പീഡാസഹനത്തിലൂടെയും മരണോത്ഥാനത്തിലൂടെയുമാണ് അവിടുന്ന് പിതാവിൻ്റെ വേല പൂർത്തിയാക്കിയത്. യേശുവിൻ്റെ മരണോത്ഥാനവും ജീവിതം മുഴുവനും ലോകത്തെ മുഴുവനും രൂപാന്തരീകരിച്ച് പിതാവുമായി ഐക്യപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രക്രിയയുടെ വിവിധ ഭാവങ്ങളായിരുന്നു രാത്രികാലങ്ങളിൽ പിതാവിനോടൊത്തായിരുന്നപ്പോഴും പകൽ മുഴുവനും ജനത്തോടൊത്തായിരുന്നപ്പോഴും യേശുവിലൂടെ സംഭവിച്ചത്. യേശു തമ്പുരാൻ സന്യസ്തരുടെ ധ്യാനാത്മക ജീവിതത്തിന് കേവലം മാതൃക എന്നതിനേക്കാൾ ചൈതന്യവും ശക്തിയും ഉറവിടവും അടിസ്ഥാനവുമാണ്. സന്യസ്തരുടെ ധ്യാനാത്മക ജീവിതം അസ്തിത്വപരമായി യേശുവിൻ്റെ ധ്യാനാത്മക ജീവിതത്തിലെ ഉൾച്ചേരൽ ആയിരിക്കണം. യേശുവിൻ്റെ ജീവിതവും ദിവ്യ പ്രബോധനങ്ങളും അനുസരിച്ച് നോക്കുമ്പോൾ ധ്യാനം സ്വന്തം ദൈവാനുഭവത്തിനും സ്വയസംതൃപ്തിക്കും വേണ്ടിയുള്ള കേവലം വ്യക്തിപരമായ ഒരു ഭക്താഭ്യാസമല്ല, പിന്നെയോ ദൈവ തിരുഹിതം ആരാഞ്ഞറിയുകയും അവിടുത്തെ മഹത്വം ദർശിക്കുകയും അങ്ങിൽ നിന്ന് ശക്തി സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് അവിടുത്തെ രക്ഷാകര പ്രവൃത്തികളിൽ ഉൾച്ചേർന്ന് അവിടുത്തെ വേല പൂർത്തിയാക്കാൻ വേണ്ടിയുള്ളതാണ്. യേശുവിനോട് ചേർന്ന് ലോകത്തെ മുഴുവനും രൂപാന്തരീകരിച്ച് ദൈവവുമായി ഐക്യപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. യേശു തമ്പുരാൻ്റെ വേല പൂർത്തിയാക്കുന്നത് പരിശുദ്ധാത്മാവ് മുഖേന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെയാണല്ലോ. അതുകൊണ്ട് എല്ലാം മറന്ന് കർത്താവിൽ ലയിച്ചിരിക്കുക എന്നതിലുപരിയായ ലക്ഷ്യം ധ്യാനത്തിനുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ഈ യാഥാർത്ഥ്യം നാം വിസ്മരിക്കാൻ പാടില്ല. ഈ ഒരു തലത്തിലേക്ക് നമ്മുടെ ധ്യാനങ്ങൾ ഉയരണം. നാം ധ്യാനത്തിൻ്റെ ആദ്യ പടികൾ കടന്ന് രൂപാന്തരീകരണ ഐക്യത്തിൻ്റെ പദവിയിലെത്തണം. ഇത് നമ്മുടെ കഴിവുകൊണ്ട് എത്തിച്ചേരാവുന്ന ഒരു കാര്യമല്ല. നമ്മെ വിളിച്ചു വേർതിരിച്ചവൻ കൈപിടിച്ച് നയിക്കേണ്ട ഒരു നിരന്തര പ്രക്രിയയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ നമ്മിൽ സംഭവിക്കേണ്ട ഒരു വിസ്മയനീയ കാര്യമാണിത്. മിസ്റ്റിക്കൽ ധ്യാനത്തിലൂടെയുള്ള ഈ രൂപാന്തരീകരണ പ്രക്രിയ നമ്മിലും നമ്മിലൂടെ നമുക്ക് ചുറ്റും ലോകം മുഴുവനിലും സംഭവിക്കണം. രണ്ടാമതായിട്ട് പരിശുദ്ധ മറിയത്തിൻ്റെ മാതൃക. നമ്മുടെ ധ്യാനാത്മക ജീവിതത്തിന് ഉത്തമ മാതൃകയാണ് എല്ലാം ഹൃദയത്തിൽ നിധി പോലെ സൂക്ഷിച്ച് ഗാഢമായി ധ്യാനിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധ അമ്മ. മാലാഖയുടെ അഭിനന്ദനത്തിൻ്റെയും അഭിസംബോധനയുടെയും അർത്ഥമെന്തെന്ന് ചിന്തിക്കുകയും, അതായത് റിഫ്ലക്റ്റ്. ലൂക്ക 1:29. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വചനത്തിനു മുമ്പിൽ സമ്പൂർണമായി സ്വയം സമർപ്പിക്കുകയും. ലൂക്ക 1:38. ശിശുവിനെക്കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങൾ ഹൃദയത്തിൽ നിധി പോലെ സൂക്ഷിച്ച് ഗാഢമായി ചിന്തിക്കുകയും, അതായത് ധ്യാനിക്കുകയും, പോണ്ടറിങ്. ലൂക്ക 2:19. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും. ലൂക്ക 2:51. കുരിശിൻ ചുവട്ടിൽ വരെയും
പുത്രനെ അനുയാത്ര ചെയ്യുകയും ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതിനായി അപ്പസ്തോലന്മാരോടൊത്ത് പ്രാർത്ഥിച്ചു കാത്തിരിക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മ. അപ്പസ്തോല പ്രവർത്തനം 1:14. ഈ അമ്മ നമ്മുടെ ധ്യാനാത്മക ജീവിത ശൈലിക്ക് ഉത്തമ മാതൃകയാണ്. പരിശുദ്ധ അമ്മ ദിവ്യ ശിശുവിനെക്കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കില്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ധ്യാനിച്ചുകൊണ്ടിരുന്നത്. മാലാഖ അറിയിച്ചതും പുത്രൻ്റെ തന്നെ വാക്കുകളും പ്രവൃത്തികളും നേരിട്ട് കണ്ടതും കേട്ടതും എല്ലാം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ കുരിശിനപ്പുറത്തെ ഉത്ഥാന മഹത്വവും സ്വർഗാരോഹണവും പെന്തക്കുസ്തായും സഭയുടെ ആരംഭവും വളർച്ചയും പുത്രൻ്റെ മഹത്വപൂർണമായ പുനരാഗമനവുമെല്ലാം ആത്മനാ ദർശിച്ച് അമ്മ ധ്യാനിച്ചു കാണും. അമ്മ ഇന്ന് സഭയോടൊത്ത് പുത്രൻ്റെ പുനരാഗമനം ധ്യാനിച്ച് കാത്തിരിക്കുന്നു. ദൈവജനനിയോടൊത്ത് നമുക്കും ഇവയെല്ലാം ഹൃദയത്തിൽ നിധി പോലെ സൂക്ഷിച്ച് നിരന്തരം ധ്യാനിച്ച് കാത്തിരിക്കാം. മൂന്നാമതായി, ബഥാനിയയിലെ അംഗങ്ങളുടെ മാതൃക. മറിയത്തെപ്പോലെ തൃപ്പാദത്തിലിരുന്ന് ഏകാഗ്രചിത്തരായി തിരുമൊഴികൾ ധ്യാനിക്കണം. മർത്തയെപ്പോലെ പല കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രചിത്തരാകാതെ, ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠാകുലരാകാതെ ഏകാഗ്രചിത്തരായി ധ്യാന ചൈതന്യത്തോടെ ദൈവമഹത്വത്തിനായുള്ള ശുശ്രൂഷകളിൽ ഏർപ്പെടുകയും ലാസറിനെപ്പോലെ പുനരുത്ഥാനത്തിൻ്റെയും ഉത്ഥാന മഹത്വത്തിൻ്റെയും സാക്ഷികളാവുകയും വേണം. അതായത് നാം സ്വായത്തമാക്കേണ്ട ധ്യാനാത്മക ജീവിതത്തിൽ ധ്യാന ചൈതന്യവും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ദൈവ ശുശ്രൂഷയും സുവിശേഷ പ്രഘോഷണവും സമഗ്രമായി സമന്വയിപ്പിക്കണം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെയും പൗലോസ് ശ്ലീഹായുടെയും മാതൃകയും നമുക്ക് ധ്യാനപരമായ ജീവിതത്തിനും സുവിശേഷ സാക്ഷ്യ ജീവിതത്തിനും ഉത്തമ മാതൃകകളാണ്. യേശുവിൻ്റെ തിരുമാറോട് ചാരിക്കിടന്ന് ആ സ്നേഹം ആവോളം നുകർന്ന യോഹന്നാൻ ശ്ലീഹായും ഉദ്ധിതനായ കർത്താവുമായി നേരിട്ട് കണ്ടുമുട്ടി യേശുവിനോടുള്ള സ്നേഹതീഷ്ണതയാൽ ജ്വലിച്ചിരുന്ന പൗലോസ് ശ്ലീഹായും സമർപ്പിതരായ നമുക്ക് ധ്യാനാത്മക ജീവിതത്തിന് ഉത്തമ മാതൃകകളാണ്. ദൈവദാസൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ മാതൃകയാണ് നമുക്ക് മറ്റൊരു മാതൃക. പിതാവ് ജീവിച്ച് കാണിച്ചു തന്നതും പരിശീലിപ്പിച്ചതുമായ സ്നേഹമാർഗത്തിലൂടെയുള്ള തിരുവചന ധ്യാനവും അതുവഴിയുള്ള ദൈവസമ്പാദനവും ദൈവസേവനവും ധ്യാനാത്മക ജീവിതം പരിപോഷിപ്പിക്കുന്നതിന് വളരെ സഹായകമാണ്. സ്നേഹമാർഗത്തിലൂടെയുള്ള ഈ ധ്യാനം മിസ്റ്റിക്കൽ ധ്യാനമാണ്. ദൈവസ്നേഹത്തിൻ്റെ പുഷ്പിക്കലാണല്ലോ മിസ്റ്റിസിസം. മിസ്റ്റിസിസം ഈസ് ദ ഫ്ലവറിങ് ഓഫ് ഗോഡ്സ് ലവ്. സ്നേഹമാർഗത്തിലൂടെയുള്ള ധ്യാനം നമ്മെ മിസ്റ്റിക്കൽ ധ്യാന മാർഗത്തിലേക്ക് നയിക്കും. നമ്മുടെ ആദിമ ചൈതന്യത്തിലും ഭാരത സംസ്കാരത്തിലും അലിഞ്ഞു ചേർന്നിട്ടുള്ള ധ്യാനാത്മകതയും മൗനവും താപസ ചൈതന്യവും ദൈവത്തിൽ മാത്രം സംതൃപ്തി കണ്ടെത്തുന്ന ലളിത ജീവിതവും വളരെ ആനുകാലിക പ്രസക്തിയുള്ളതാണ്. ധ്യാനമാർഗത്തിലെ പുരോഗതി കൈവരിക്കേണ്ടത് സ്നേഹമാർഗത്തിലൂടെയാണ്. ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ടുള്ള വചനാനുസൃത ജീവിതമാണ് സ്നേഹത്തിൽ വളരാനുള്ള മാർഗം. ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നവർ പ്രമാണങ്ങൾ അനുസരിക്കുക. മത്തായി 19:17. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇതാണ് അതിപ്രധാനമായ കൽപ്പന. ഈ 2 കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. മത്തായി 22:37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ഈ 2 കൽപ്പനയും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന യോഹന്നാൻ 13:35, 15:13 സ്നേഹത്തിൻ്റെ ഈ ഏക കൽപ്പനയും ഉൾക്കൊള്ളുന്നു. ഇത് തന്നെയാണ് സ്നേഹമാർഗത്തിൻ്റെ അന്തസത്ത.
മിസ്റ്റിക്കൽ ധ്യാന മാർഗത്തിലേക്ക് വളരുന്നതിന് ഇവിടെ ചിന്താവിഷയമാക്കിയ ധ്യാനത്തിൻ്റെ ഉത്തമ മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് പരിശ്രമിക്കാം. മിസ്റ്റിക്കൽ ധ്യാനത്തിൻ്റെ സവിശേഷതകളും വിസ്മയനീയ ഫലങ്ങളും വളർച്ചയുടെ പാതയും അടുത്ത പ്രഭാഷണത്തിൽ നമുക്ക് ധ്യാന വിഷയമാക്കാം. ഇന്ന് നാം ശ്രവിച്ച കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.